+1 വിദ്യാർത്ഥിയോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരത. ഹൈഡ്രോളിക് ഡോറിനിടയിൽപ്പെട്ട് വേദന കൊണ്ട് പുളഞ്ഞ വിദ്യാർത്ഥിയെ വിജനമായ സ്ഥലത്ത് ഇറക്കി വിട്ടു. പയ്യന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ആയിഷ റിഫയ്ക്കാണ് പരിക്കേറ്റത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹീദ്, എപ്പോഴാണ് ഈ സംഭവം? എങ്ങനെയാണ് ഈ പരാതി പുറത്തറിഞ്ഞത്? എന്താണ് വിവരങ്ങൾ? ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പയ്യന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയായിരുന്നു +1 വിദ്യാർത്ഥിയായ ആയിഷ റിഫ. അപ്പോഴാണ് ബസ്സിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ദൂരം ബസ്സിൽ ഹൈഡ്രോളിക് ഡോറിനകത്ത് ഇടയിൽ ജാമായി നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു ഉണ്ടായത്. ആയിഷ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ആയിഷ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ കയറി അപ്പം തന്നെ ഒരു വാതിൽ ക്ലോസ് ചെയ്ത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു കുറേ ദൂരം വരെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. കുറച്ച് താത്തമാർ എന്നെ വലിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇങ്ങോട്ട് കയറാനായില്ല. ജീവനക്കാർ കാണുന്നുണ്ടായിരുന്നില്ലേ? കാണുന്നുണ്ടായിരുന്നു, മുന്നിലുള്ള കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു, കണ്ടക്ടറും പുറകുനിന്ന് കാണുന്നുണ്ടായിരുന്നു. അവരൊന്നും ചെയ്തില്ല. ഇല്ല, കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടാണ് ബെല്ലടിച്ച് ഡോറ് തുറന്നത്. ആയിഷ തന്നെയാണ് ബെല്ലടിച്ച് അവര് ബെല്ലടിച്ച് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത്. അവരോട് പറഞ്ഞില്ലേ ഇങ്ങനെ പരിക്ക് പറ്റി? എന്താ പറ്റിയിരിക്കുന്നത്? ഞാൻ എൻ്റെ ഇഭാഗം മൊത്തം ഇതായി അടിച്ച് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതിൻ്റെ വേദനയും ചതവും ഒക്കെ ആണുള്ളത്. അവരോട് പറഞ്ഞില്ലേ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്? പറ്റി. ഞാൻ ഇറങ്ങിയ പോലെ എന്നോട് ചോദിച്ച് എന്താ പറ്റിയതെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് മേലപ്പോൾ ചതായിക്ക് വേദന ഉണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ നിർത്താതെ ബസ് പോയി. ഞാൻ അവിടെ ഒറ്റക്കായിരുന്നു. എന്നിട്ട് അവിടെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ നടന്നാണ് വീട്ടിലേക്ക് പോയത്. മധു, ഈ രീതിയിലാണ്, അതായത് ബസ്സിനകത്ത് വെച്ചൊരു അപകടമുണ്ടായ ആളെ, പ്രത്യേകിച്ചും ഒരു വിദ്യാർത്ഥിയെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ചെയ്യാതെ അവരവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം. കുട്ടിയുടെ മാതാവും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പറയാനുള്ളത്, പോലീസിൽ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ രാവിലെ തന്നെ കുട്ടിയുടെ മാതാവ് താമരശ്ശേരി പോലീസിൽ നേരിട്ട് ചെന്ന് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുവരെ വിളിക്കുക പോലും ചെയ്തിട്ടില്ല എന്നൊരു പരാതി കൂടി മാതാവ് പറയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. സ്പെഷ്യൽ സ്ക്വാഡ് വന്നിട്ട് കുറച്ച് ചോദിച്ചെന്നല്ലാണ്ട് സ്റ്റേഷനിൽ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അവരിതുവരെ ഇന്നലെ രാവിലെ ഞാൻ മോളെ ഹോസ്പിറ്റലിൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഒറ്റക്ക് ഞാൻ തന്നെ പോയതേനു. അപ്പോൾ അവിടെ ആക്കിയിട്ടാണ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. അത്രയും ഗൗരവ സങ്കടത്തിൽ ഞാൻ പരാതി കൊടുത്ത്. എന്നിട്ട് ഈ സമയം വരെ അവരൊന്നും ചെയ്തിട്ടില്ല. ഒരു ആക്ഷൻ ബന്ധപ്പെടാൻ പോലും ഉച്ചക്ക് ഒരു പ്രാവശ്യം വിളിച്ച് എന്നോട് പറഞ്ഞിങ്ങനെ ഒരു 10 മണിക്ക് എന്നോട് അവിടെ ഞങ്ങൾ അങ്ങോട്ട് വരാം സംസാരിക്കാനെന്ന് പറഞ്ഞ്. പിന്നെ വരൊന്നും ഒരു വിവരമില്ല. പിന്നെ പറഞ്ഞ് കണ്ടക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്, കണ്ടക്ടറായിട്ട് സംസാരിച്ചിട്ട് ഇതാക്കുന്നതാണ്. ഞാൻ എനിക്ക് കണ്ടക്ടറായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഒത്തുതീർപ്പ് ശ്രമം പോലെ എനിക്ക് തോന്നി. പിന്നെ ഒരു വിവരമില്ല. പിന്നെ ഉച്ചക്ക് അവർ വിളിച്ചിരുന്ന് പറഞ്ഞത്, പക്ഷേ എൻ്റെ ഫോണിൽ വന്നില്ല. എന്താ തിരക്ക് കണ്ടിട്ടും അറിയില്ല. എന്നാൽ വന്ന് നോക്കിയിട്ടില്ല. മോളെ ഞങ്ങളോട് വേഗം പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മുളയും കൊണ്ട് പോയപ്പോൾ അവരെന്നെ അവിടെ ഇരിക്കി, ഞങ്ങൾ നോക്കാം, ഞാൻ നിങ്ങളോട് ഇരിക്കാൻ ഒരു വയ്യാത്തൊരു കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കാനാന്ന് ചോദിച്ചു. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് വീട്ടിൽ വന്നിട്ടല്ലേ ഇത് നോക്കേണ്ടത് പറഞ്ഞു. സ്റ്റേഷനിലേക്ക് പോയത് രണ്ടാമത്. ആദ്യം പരാതി കൊടുത്ത് വന്ന് രണ്ടാമത് കാണായിട്ട് ഞാൻ രണ്ടാമത് മകളായിട്ട് ഡിസ്ചാർജ് ആയിരുന്നു ചെന്ന്. അവിടുന്ന് അവരെന്താക്കിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നാൽ തന്നെ വീട്ടിലേക്ക് ഈ സമയം വരെ അവരെത്തിയിട്ടില്ല. ജീവനക്കാർ ഒരു ഡ്രൈവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ക്ഷമിക്കണോ, ഇങ്ങനെ പറ്റിപ്പോയാൽ തന്നെ. ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷമിക്കണോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ അവൾ പറ്റിയത് കണ്ടിട്ട് നിങ്ങളൊന്ന് നിർത്തിയിട്ട് എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു വിരൽ കുടുങ്ങിയാൽ പോലും നിങ്ങൾക്ക് എൻ്റെ മോക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കോള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് ക്ഷമിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവർ കോള് ചെയ്തില്ല എന്നല്ല, ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇറക്കിയിട്ടിട്ട് അവരെ വൈക്ക് പോയി. പിന്നെ പോലീസുകാർ വിളിച്ചപ്പോഴാണ് അവർ വരുന്നത്. പരിക്ക് പറ്റിയ അവസ്ഥയിലായിരുന്നില്ല അവള് കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞ് തളർന്ന് കരഞ്ഞും കൊണ്ടാണ് വന്നോട്ട് ഞാൻ മോളെ വീണു. സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാണുമ്പോൾ ബസ്സിൽ കയറുന്ന എങ്ങനെയാ വെച്ചാൽ അവള് ഡോറിന് തൂങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ അന്നേരം പറയും, പഠിച്ചോൻ എൻ്റെ മോള് എന്ന് പറഞ്ഞാൽ ബേജാറായി നിന്നിക്ക്. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റിനുള്ളിലാണ് ഇവള് വീട്ടിലേക്ക് കയറി. ഞാൻ മോളെ ഇനി വീണില്ലേന്ന്. അത് ആ ഒരു അവസ്ഥയിൽ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ ദേഷ്യം പിടിച്ച് സങ്കടപ്പെട്ട്, മോളെ ഞാൻ ഇനി സ്കൂൾ ബസ് പറഞ്ഞേക്കൂല, വണ്ടിക്ക് കൊണ്ടേ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവള് വരുന്നത്. കരഞ്ഞും കൊണ്ട് ഇങ്ങനെ വെച്ചാൽ വന്ന് അങ്ങനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ട് കാണിച്ച് അവിടുന്ന് ഡോക്ടറിനെ 3 ദിവസം അനങ്ങാതെ കിടക്ക്, എന്നിട്ട് വരാൻ പറഞ്ഞ്. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ അവൾക്ക് തിരിഞ്ഞ് കിടക്കാനാവുന്നില്ല. ഒരുപാട് മൊത്തം നീരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തത്.
മധു, ഈ രീതിയിലാണ് കാര്യങ്ങൾ. ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ രീതിയിലുള്ള ഒരു അനാസ്ഥ, ഒരു അപകടമുണ്ടായ ശേഷം അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ചെയ്യാതെ ബസ് മുന്നോട്ടെടുത്ത് പോകുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ഏറ്റവും ഇത്രയും കാര്യങ്ങൾക്ക് പോലും യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും പോലീസ് എന്തിനാണ് ഈ ഇരകൾക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. ഒരു കുഞ്ഞ് ഒരു ഡോറിനിടയിൽ പെട്ടുപോകുന്നു, വണ്ടി മിനിറ്റുകളോളം മുന്നോട്ട് പോകുന്നു, അത് വീണു പോയാൽ എന്ത് ചെയ്യുമായിരുന്നു, ആര് മറുപടി പറയുമായിരുന്നു എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ആളുകൾ ഇടപെട്ടിട്ട് പോലും ആ വാഹനം നിർത്താതെ പോകുന്നു. അതിനുശേഷം വിജനമായ സ്ഥലത്ത് ഇറക്കി വിടുന്നു. അവനവന്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എന്ത് വേദന ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഉമ്മയുടെ വാക്കുള്ളത് കൃത്യമായ ദൃശ്യമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അധികൃതർ കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. അതിനിടയിൽ ഒത്തുതീർപ്പ് ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇടവേള.